നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. തൈറോയിഡ് എന്നത് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. തൈറോയിഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാറാണ്. വിദഗ്ധ എൻഡോക്രൈനോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹലോ ഡോക്ടറിലേക്ക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ഹലോ ഡോക്ടറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡോക്ടർ, തൈറോയിഡ് എന്ന് പറയുന്നത് ഇന്ന് പ്രായഭേദമന്യേ മിക്കവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, തൈറോയിഡ് എന്തുകൊണ്ട് വരുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇതായിരിക്കാം പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, തൈറോയിഡ് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട്. ആദ്യം, എന്തുകൊണ്ടായിരിക്കാം തൈറോയിഡ് വരുന്നത്? എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയ്ഡ് സംബന്ധിച്ച് വരുന്ന അസുഖം. തൈറോയ്ഡ് സംബന്ധിച്ച് വരുന്ന അസുഖം ഒരു ബുക്കിൽ പറയുന്നത് ഒരുപക്ഷെ പ്രമേഹ രോഗത്തിനേക്കാളും കൂടുതൽ തൈറോയ്ഡ് രോഗികൾ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രമാത്രം തൈറോയ്ഡ് രോഗികൾ ഉണ്ടായത് എന്നാണ്. സത്യത്തിൽ ഇത് ഒരു കാര്യമായി ഗവേഷണം നടത്തേണ്ടതായ ഒരു വിഷയമാണ്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ എല്ലാ പ്രായത്തിലും വരാം. കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ചാൽ നവജാത ശിശുക്കൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം. കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് വരാം. അതിനേക്കാളും മുതിർന്ന വ്യക്തികൾക്ക് വരാം. വളരെ വൃദ്ധന്മാർക്കും വരാവുന്ന ഒരു അസുഖമാണ് തൈറോയിഡിൻ്റെ അസുഖം. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. അത് അറിയണമെങ്കിൽ കുറച്ചൊക്കെ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, ഒരു തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ കാണിക്കുന്ന പടത്തിൽ കാണുന്ന പോലെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തായി മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒന്ന് T3 അല്ലെങ്കിൽ മറ്റൊന്ന് T4. ഈ 2 ഹോർമോണുകളും നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ തുലനം ചെയ്തു പോകാൻ കഴിയുകയുള്ളൂ. അത് എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച തൈറോയ്ഡ് ഗ്രന്ഥി വേണം ആദ്യം. പ്രത്യേകിച്ച് ശിശുക്കൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട്. ഒരു പക്ഷേ ജന്മനാ തന്നെ തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഇല്ലാത്തൊരവസ്ഥ, അതിന് നമ്മൾ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. രണ്ടാമത്തെ കാരണം, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്നില്ല, ഇന്ത്യയിലും കാണുന്നില്ല, കേരളത്തിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് ഇന്ന് ഒരു പ്രത്യേകതരം മൂലകത്തിൻ്റെ പേരാണ് അയഡിൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു മുതിർന്നൊരു വ്യക്തിക്ക് ഏകദേശം 150 മൈക്രോഗ്രാം, വളരെ ചെറിയ ഡോസാണ്. ആ ഡോസ് അയഡിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യകത ഉണ്ട്. അയഡിനും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ടൈറോസിൻ എന്ന് പറഞ്ഞതായ രണ്ട് ഘടകങ്ങളാണ് ഈ ഹോർമോണിലുള്ള തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ അയഡിൻ ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ അസാധാരണമാണ്. എങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വരാം. തൈറോയിഡിൻ്റെ ജനിതകമായ കാരണങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് ചില വളരെ അപൂർവമായിട്ടാണെങ്കിൽ കാണുന്ന ചില ജനറ്റിക് അസുഖങ്ങളുണ്ട്. ജനറ്റിക്സ് കൊണ്ട് വരാം. തൈറോയിഡിൻ്റെ ശരിയായ രീതിയിൽ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ വരാം, അല്ലെങ്കിൽ അയഡിൻ ഇല്ലായ്മ. നാലാമത്തെ കാര്യം, നമ്മളുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനത്തിന് ഒരു കൗണ്ടർ പ്രവർത്തനം കൂടിയുണ്ട്. ഈ കൗണ്ടർ പ്രവർത്തനം ശരിയായ രീതിയിൽ അല്ല വരുന്നതെങ്കിൽ ആ അസുഖത്തെ നമുക്കൊരു ഓമനപ്പേരിട്ട് വിളിക്കാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കാര്യം, അതെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചെറിയ രീതിയിലുള്ളതായ, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു നീര് വരുന്നു അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ആൻറ്റിബോഡി വരുന്നു. ഈ ആൻറ്റിബോഡി തന്നെ പ്രത്യേക രീതിയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുകയും തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയും ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് പ്രത്യേകിച്ച് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാവട്ടെ,
ക്യാൻസർ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന മരുന്നുകളാവട്ടെ, അങ്ങനെ ഒരു പറ്റം മരുന്നുകളെ കൊണ്ടും ഒരു പക്ഷേ തൈറോയിഡിൻ്റെ അസുഖം വരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്, ക്യാൻസർ കൂടി വന്നിരിക്കുന്നു, മറ്റ് പല അസുഖങ്ങൾ കൂടി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ചില ഇൻഫെക്ഷൻസും ഒക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതുമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ പല പല കാരണങ്ങളെ കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് തൈറോയിഡിൻ്റെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കൊച്ചു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. തൈറോയിഡ് കൂടുതൽ ബാധിക്കുന്നത് രസകരമായൊരു ഫിനോമിനാണ് സ്ത്രീകളിലാണ്. നിങ്ങൾ ചോദിക്കുകയാണ്, വളരെയധികം, തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. ഈ കൂടി വരുന്നതിന് മറ്റൊരു കാരണം കൂടെ നമുക്ക് ഈ ഭാഗത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ഈ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമായിരുന്നു നമ്മളുടെ കേരളം. ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മൊത്തത്തിൽ മാറിയതിൻ്റെ ഫലമായി ഏത് സ്ഥലത്തും തൈറോയിഡ് നമുക്ക് പരിശോധിക്കാനുള്ള സാഹചര്യം എല്ലാ ആശുപത്രികളിലും ഉള്ളതുകൊണ്ട് എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് വളരെയധികം കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ പരിശോധന ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ തൈറോയിഡ് നാം പരിശോധിക്കുകയും അത് കണ്ടുപിടിക്കുകയും നല്ല ഒരു ശതമാനം വ്യക്തികളിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ തുടർന്ന് നൽകാനും കഴിയും. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടാണ് ഈ തൈറോയിഡിൻ്റെ അസുഖം നമ്മൾ ഇന്ന് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ പിക്ക് ചെയ്യുകയും കൂടുതൽ ചികിത്സകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചിരിക്കുകയാണ്, മഞ്ചേരിയിൽ നിന്നും റെജീന. റെജീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. തൈറോയിഡിന്റെ അറിയാൻ തന്നെ ചോദിച്ചോട്ടെ. ഹലോ റെജീന, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് ചോദിക്കൂ. തൈറോയിഡിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്, എന്നിട്ടും തൈറോയിഡ് കുറയണമൊന്നുമില്ല. അതാണോ ചോദ്യം? വളരെ നല്ല ചോദ്യം. ഇതിന് മരുന്ന് കുടിച്ചിട്ടും മരുന്ന് നമ്മൾ 200 കുടിക്കുന്നുണ്ട്, എന്നിട്ടും തൈറോയിഡ് 23, 53 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിന് ഈ ഭാഗത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രബന്ധം പോലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്. ഈ തൈറോയിഡിൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു പനി വരുമ്പോൾ 5 ദിവസം മരുന്ന് കഴിക്കുന്ന അസുഖമല്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മരുന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്. മരുന്ന് നമുക്ക് മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യത്തെ കാര്യം, നമ്മളെല്ലാവർക്കും, ഇപ്പോൾ റെജീന ആവട്ടെ ആരോ ആവട്ടെ, ഏത് വ്യക്തിക്കും മറവി വളരെ വളരെ കൂടുതലായ സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴിക്കാത്ത അവസ്ഥയാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തൈറോയിഡിൻ്റെ 200 ആവട്ടെ 300 ആവട്ടെ 400 ആവട്ടെ, അതിനോട് കൂടെ നാം കഴിക്കുന്നതായ ചില ഭക്ഷണ പദാർത്ഥങ്ങളോ മരുന്നുകളോ, ഉദാഹരണമായിട്ട് പല വ്യക്തികളും ഈ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ കൂടെ കാൽഷ്യം ടാബ്ലറ്റുകൾ, പ്രത്യേകിച്ച് മാസമുറ കഴിഞ്ഞ സമയത്തൊക്കെ പലരും കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ എടുക്കുന്നുണ്ട്. അതൊരു കാരണം. രണ്ടാമത്തെ കാര്യം കാണുന്നത് ഗർഭിണികളിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗർഭിണി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ഒരു മരുന്നാണ്. തൈറോയിഡ് ഉള്ളവർക്കും അയേൺ ടാബ്ലറ്റും കഴിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു മരുന്നെന്ന് വെച്ച് നമ്മളെല്ലാവരും കഴിക്കുന്നതായ ഗ്യാസിൻ്റെ മരുന്നുകൾ കുറേ കഴിക്കുന്നത്. നാലാമത്തെ, നമ്മൾ തേങ്ങയുടെ ഭക്ഷണം അല്ലെങ്കിൽ ചില പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇലക്കറിക്ക് രാവിലെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളെ ഈ ഇലയിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് തൈറോയിഡിൻ്റെ മരുന്നുകളുടെ ലഭ്യത വയറിൽ കുറയുകയും വലിച്ചെടുക്കാനുള്ള സാധ്യതയും കുറയാറുണ്ട്. മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നാം എന്തു ചെയ്യണം? ചില വയറിൽ വരുന്നതായ ചില അസുഖങ്ങളുണ്ട്, നമ്മളെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കണമല്ലോ. ആ അസുഖങ്ങളെ കൊണ്ട് പല പല കോംപ്ലക്സ് അസുഖങ്ങളുണ്ട്. അതുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അവസാനമായി എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായി വ്യക്തികളെ നമ്മൾ ചികിത്സിക്കാൻ കഴിയും. ആദ്യത്തെ എന്ന് വെച്ചാൽ ഒരു പക്ഷേ കഴിക്കുന്നത് ഭക്ഷണ കാര്യങ്ങളെല്ലാം മാറി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ടാബ്ലറ്റിനെ നമുക്ക് പൊടിച്ച് പൗഡർ ഫോമിലായിട്ട് കഴിക്കാം. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഒരാളെ ഇൻട്രസ്റ്റ് ചെയ്യുക. എന്താണ് പറയുക? ഞാൻ ഇന്ന് മരുന്ന് കഴിച്ചോന്ന് ഓർമ്മിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തുള്ള വ്യക്തി, നഴ്സുമാരാവട്ടെ ഡോക്ടർമാരാവട്ടെ, അവരുടെ മുമ്പിൽ വെച്ച് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നത്.
ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അസുഖമാണ്. ഒരു വിധത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോവുക, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, മരുന്ന് ശരിയായ രീതിയിൽ കഴിക്കുക, അത്ര മതി. പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്നാണ് കരുതുന്നത്. ഡോക്ടർ, ഈ തൈറോയിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് സർജറി ആണല്ലോ. ഇതങ്ങനെ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഭക്ഷണം കൃത്യമായി കഴിച്ചാലും വേണ്ട രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്താലും അത് ശരീരത്തിൽ പിടിക്കാതെ വരുന്ന ചില അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരുടെ ശരീരം ക്രമാതീതമായി മെലിയുവാൻ തുടങ്ങുന്നു. അത്തരത്തിലുള്ള സാഹചര്യം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രോപ്പറായിട്ട് ഈ ഭക്ഷണം ശരീരത്തിൽ പിടിക്കാതിരിക്കുവാൻ ഈ തൈറോയിഡ് സർജറി ഒരു കാരണമായി തീരാറുണ്ടോ? അത് ചോദ്യത്തിൻ്റെ നമുക്ക് 2 സൈഡ് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത് സർജറി. ഇന്ന് ഒരുപക്ഷെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സർജറി ആയിരുന്നു തൈറോയ്ഡക്ടമി, അല്ലെങ്കിൽ തൈറോയിഡിനെ നമുക്ക് നീക്കം ചെയ്യുന്ന സർജറി. ഇന്ന് അതിൻ്റെ നമ്പർ കുറഞ്ഞു വന്നിട്ടുണ്ട്, താരതമ്യേന കുറഞ്ഞു വന്നു. കാരണം ഫലപ്രദമായ മറ്റ് ചികിത്സകളും മറ്റ് റെക്കമെൻഡേഷൻസും സയൻറ്റിഫിക് ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ട് സർജറിയുടെ ആവശ്യകത കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാഡത്തിൻ്റെ ചോദ്യം, ഇത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ മറ്റു പ്രശ്നങ്ങളെ കൊണ്ടോ ആണോ എന്ന് എൻ്റെ ശരീരം മെലിയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കെല്ലാവർക്കും തന്നെ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വേണം. ഒരു നിശ്ചിത അളവിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വേണം. അത് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നാണ്. അപ്പോൾ ആ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നു, കറക്റ്റായിട്ട് കഴിക്കേണ്ടി വരുന്നു. മറ്റൊരു അബദ്ധം സംഭവിക്കാം. സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഒരു ഡോസ് കണ്ടുപിടിച്ചു, അത് ഡോക്ടർ ആഡ് ചെയ്തു, അദ്ദേഹം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1, 2, 3 ടാബ്ലറ്റ്, ചിലപ്പോൾ ക്ഷീണം തോന്നുമെടുത്ത് ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. അങ്ങനെ അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ഈ വ്യക്തികൾ മരുന്ന് കഴിക്കുന്നതിന് ഒരു കാരണമാണ് വെയിറ്റ് കുറയാൻ വേണ്ടിക്കൊണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, സൂപ്പർവൈസ്ഡ് ആയിരിക്കണം നമ്മളുടെ ഈ ചികിത്സ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആഫ്റ്റർ സർജറി നമുക്ക് നമ്മളെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. കല്ലമ്പലത്ത് നിന്നും സുരേന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞാട്ടെ, കേൾക്കാം. സാറേ, പിന്നെ എൻ്റെ വൈഫിന് 10 വർഷത്തോളമായി തൈറോയിഡിന്റെ അസുഖമായിരുന്നു. അപ്പോഴേ പിന്നെ നമ്മള് ഗുളിക കൊണ്ടുവന്ന് ഡോക്ടർ കുറിച്ചിരുന്ന ഗുളികയെ കഴിച്ചതിന് ശേഷം പിന്നെ അത് ഒരല്പം കുറഞ്ഞു വന്നപ്പോൾ വീണ്ടും അത് കൂടി. സുരേന്ദ്രൻ, ആ ടിവിയുടെ ശബ്ദം ഞങ്ങൾക്ക് വ്യക്തമാണ്. സുരേന്ദ്രൻ, അവിടുത്തെ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കൂ, എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. സുരേന്ദ്രൻ സാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഗുളികൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ ഹോർമോണുകൾ വ്യത്യാസം വരുന്നു, ഗുളിക വീണ്ടും കുറയ്ക്കുമ്പോൾ അത് വീണ്ടും കൂടി വരുന്നു. അത് സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം മരുന്ന് എഴുതി എന്ന് വരുന്നത് ഫൈനൽ പ്രെസ്ക്രിപ്ഷൻ അല്ല. അത് ചില അസുഖങ്ങൾക്ക് നമ്മളുടെ ഡോസിൻ്റെ വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു തൈറോയ്ഡ് രോഗിക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ സമീപിക്കുകയും പരിശോധനകൾ നടത്തുകയും അതിനുള്ള ചികിത്സ മാറ്റണമെങ്കിൽ മാറ്റണം എന്ന് പറയുന്നത്. അതിന് കാരണം ഞാൻ വളരെ ലളിതമായി പറഞ്ഞു തരാം. നമ്മുടെ തൈറോയ്ഡ് അസുഖം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു നീര് കൊണ്ട് മനസ്സിലാക്കാനാണ്, നീര് കൊണ്ട് വന്നു എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടേ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ നീര് അവിടെ നിന്ന് കുറേശ്ശെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ കുറച്ച് കൊണ്ടുവരും. ആ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോസ് നമ്മൾ മെല്ലെ കൂട്ടി വരണം. ആ കൂട്ടി വരുമ്പോഴോ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രമേ കൂട്ടിക്കൊണ്ടുപോകാവൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഡോസ് ഓവറായിപ്പോവും. ഓവറാകുമ്പോൾ എന്ത് പറ്റും? ശരീരത്തിലുള്ളതായ ഹോർമോണിൻ്റെ ലെവൽ വല്ലാതെ കൂടിപ്പോവും. അതുകൊണ്ട് പറയാനുള്ളത്, ഡോക്ടറുടെ സമ്മതപ്രകാരം മാത്രമേ വ്യത്യാസങ്ങൾ വരുത്താൻ പാടുള്ളൂ.
മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മളുടെ ഈ ഡോസ് കിട്ടുന്ന ഏകദേശം 12 സ്ട്രെങ്ത്തിലോ 14 സ്ട്രെങ്ത്തിലോ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിക്കുന്ന മരുന്ന് ഒരേ കമ്പനിയുടെ തന്നെ കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർ, എനിക്കറിയാവുന്ന, ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്, 50ൻ്റെ ഇല്ല, അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം 50 ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് 100 അങ്ങ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ളതായ വ്യതിയാനത്തിന് കാരണമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞ മാതിരി അനുസരിക്കുക, കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, ലെവലാക്കി നിർത്തുക എന്നുള്ളൊരു ഉപദേശമാണ് എനിക്കിവിടെ തരാനുള്ളത്. ഡോക്ടർ, ഈ തൈറോയിഡും കാൽസ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ തൈറോയിഡ് സർജറി കഴിഞ്ഞവരിൽ ചിലർക്കെങ്കിലും കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ശരീരം വിറയ്ക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഈ തൈറോയിഡും കാൽസ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളുടെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരുന്ന് ചോദിച്ചു പാരാതൈറോയ്ഡ് എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. ഓക്കെ, നമ്മുടെ തൈറോയിഡിൻ്റെ തൊട്ട് ബാക്കിലായിക്കൊണ്ടൊരു ഗ്രന്ഥിയുണ്ട്, അതിൻ്റെ പേരാണ് പാരാതൈറോയ്ഡ്. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം സംബന്ധിച്ച് എല്ലാ വിധത്തിലുമുള്ളതായ ചേഞ്ചസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോണും കാൽസിറ്റോണിനും വൈറ്റമിൻ ഡി, ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തെ ശരിയായി പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം, തൈറോയിഡിന് ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് തൈറോയിഡിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വളരെ ചെറിയൊരു നല്ലൊരു സർജന് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ്. പക്ഷെ ചില സമയത്ത് ഒരു പക്ഷേ പാരാതൈറോയിഡും കൂടെ അതിനോട് കൂടെ എടുത്തു പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു വിദഗ്ധനായ സർജൻ ചെയ്തു കഴിഞ്ഞുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷേ സംഭവിക്കാം. അപ്പോഴെന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം വളരെയധികം കുറഞ്ഞു പോകും. വളരെയധികം കുറഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കും? കയ്യിൽ തരിപ്പാവാം, ഒരു പക്ഷേ നമ്മുടെ കൈ കോച്ചി ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അവർക്ക് തലച്ചോറിനെ ബാധിക്കാം, ഒരു പക്ഷേ കോട്ട് വരാം, ഫിറ്റ്സ് വരാം, ഹാർട്ടിനെ ബാധിക്കാം തുടങ്ങി ഒരു പറ്റം അസുഖങ്ങൾക്ക് ഈ വ്യക്തികൾ അടിമപ്പെട്ടേക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് സംഭവിക്കൽ വളരെ കുറവാണ്, പക്ഷേ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വളരെയധികം കേസുകൾ കാണാറുണ്ട്, പല സ്ഥലത്തു നിന്ന് റെഫർ ചെയ്ത് വരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? ശരീരത്തിലെ കാൽഷ്യം, ഫോസ്ഫറസ് എന്ന് 2 ഘടകങ്ങൾ നോക്കുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ എല്ലാവർക്കും ആവണമെന്നില്ല, ഈ വ്യക്തികൾക്ക് ജീവിതകാലം മുഴുവൻ ടാബ്ലറ്റ് കഴിച്ച് മുന്നേറേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടമൊന്നുമില്ല. ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കുകയും ശരിയായ രീതിയിൽ മോണിറ്ററിങ്ങും ശരിയായ രീതിയിൽ കൺസൾട്ടേഷൻ നടത്തുന്ന വ്യക്തികൾക്ക് ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ സാഹചര്യം ഉണ്ടാകാം. അത് ഒരു സർജൻ, ഏത് സർജനാണെങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വിഷമം എന്താ വെച്ചാൽ കുറേ മരുന്നുകൾ കഴിക്കണം എന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ അലട്ടുന്നൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗിക പ്രശ്നം. ഓവർ. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്, വടകരയിൽ നിന്നും ശശികുമാർ. ശശികുമാർ, ഡോക്ടറോട് ചോദിക്കും. എന്റെ തൈറോയ്ഡ് ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8.12 ആണ് തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളത്. 8.12. അതെ, ഞാൻ കേട്ടു. അപ്പോൾ ചോദ്യം TSH 8+ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിലല്ല താങ്കളുടെ ചികിത്സയിൽ ചെറിയൊരു വ്യതിയാനം വന്നിരിക്കുന്നു. ഒരു പക്ഷേ മരുന്ന് കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നു, മറന്നു പോകുന്നു, മറ്റു മരുന്നുകൾ കഴിക്കുന്നു. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് ഈ സാഹചര്യം സംഭവിക്കാവുന്നതാണ്. വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന, ശരിയായ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന അസുഖമാണ്. പേടിക്കേണ്ട. തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പോയിക്കൊണ്ട് പരിശോധന തേടുകയും ഡോസ് കറക്റ്റ് ചെയ്യുന്നാൽ നല്ല റിസൾട്ടായിരിക്കും. താങ്ക് യു. ഓവർ.
അതെ ഡോക്ടർ, പലപ്പോഴും പലരിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇത്. എല്ലാവരും ഗുളിക കൃത്യമായി കഴിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തും, അതങ്ങ് മറന്നു പോകും. ഇവിടെ ഡോക്ടർ നമ്മളിപ്പോഴും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഈ തൈറോയിഡ് തടയാൻ അല്ലെങ്കിൽ ഇത് വരാതിരിക്കുവാൻ നമ്മുടെ ആഹാര കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതിനോടൊപ്പം തന്നെ തൈറോയിഡ് ഉള്ളപ്പോൾ നമ്മൾ ഭക്ഷണക്രമം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഇത് നല്ല ചോദ്യമായിട്ടാണ് ചിരിച്ചു പോകുന്നത്. കാരണം ഇത് ജനങ്ങൾക്ക് വലിയൊരു സംശയമുണ്ട്, ആഹാരക്രമം എന്തായിരിക്കും എന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാലോ, അയഡിൻ കഴിക്കേണ്ട ആവശ്യമില്ല. നാം കഴിക്കുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് നല്ല ഫിഷാണ്, നല്ല കടൽ മത്സ്യങ്ങൾ കിട്ടുന്നു, നല്ല രീതിയിലുള്ള അയഡിൻ അവർക്കുണ്ട്, ഒരു പ്രശ്നവുമില്ല. അവർക്ക് നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി സാധ്യമല്ല. പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ക്യാരറ്റ് കഴിക്കാവോ, ബീട്രൂട്ട് കഴിക്കാവോ, കാബേജ് കഴിക്കാവോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഇത് തിയററ്റിക്കലി വലിയൊരു എമൗണ്ട് കഴിക്കുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം വന്നേക്കാം. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിന് വേണ്ടിക്കൊണ്ട് വലിയൊരു സ്ട്രെസ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് കാരണം ഈ കഴിക്കുന്ന ബീട്രൂട്ട് ആവട്ടെ, കാബേജ് ആവട്ടെ, എത്ര നമ്മൾ കഴിച്ചു, വളരെ ഒരു ചെറിയൊരു ഉപ്പേരിക്ക് വേണ്ടിയാണ് നമ്മൾ കാബേജ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുന്നത് കൊണ്ട്, അതും കഴിക്കുന്നത് എങ്ങനെയാണ്, തിളപ്പിച്ച് വെട്ടിത്തിളച്ച് പല പ്രാവശ്യം വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴിക്കുമ്പോൾ അതിലേതായ എന്തെങ്കിലും ടോക്സിൻ ഉണ്ടെങ്കിൽ അത് പോയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയൊരു എമൗണ്ട് കഴിക്കാത്തത് കൊണ്ട് വലിയ രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് ആവശ്യകത ഇല്ല എന്നാണ് എൻ്റെ ഒരു ബലമായ അഭിപ്രായം. പക്ഷേ ചില ഡോക്ടർമാരങ്ങനെ പറയാറുണ്ട്. അതിന് കാരണം അവരുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കും. പക്ഷേ അതിൻ്റെ സാധ്യത തുലവും കുറവാണ് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമുക്ക് എത്ര പറഞ്ഞാലും അയഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അയഡിൻ കഴിക്കാൻ വേണ്ടിക്കൊണ്ട് ധാരാളം ഉപ്പ് ഉപയോഗിക്കുന്നതായ പ്രവണത മറ്റ് പല സ്ഥലത്തും വരുന്നുണ്ട്. അത് ശരിയല്ല. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നാം കഴിക്കുന്നതായ എമൗണ്ടുള്ള സോൾട്ട് മാത്രം മതി. അതിനു വേണ്ടിക്കൊണ്ട് സോൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ള ഒരു തെളിവ് നമുക്ക് ശക്തമായിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കിയാട്ടെ. ഓക്കെ ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്, എറണാകുളത്ത് നിന്നും ജേക്കബ്. വേഗം ചോദിക്കൂ. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ഞാൻ എറണാകുളം ജില്ലയിലെ മൂലമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ വൈഫിന് തൈറോയിഡിന്റെ ഇത് വന്നിട്ട് ഒരു 3 വർഷത്തോളമായിപ്പോ. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല, അത് ഫംഗ്ഷൻ കറക്റ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ ആ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒരു മുഴയുണ്ട്. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണോന്നാ പറയണത്. അപ്പൊ അങ്ങനെ ചെയ്യണോ? നല്ലൊരു ചോദ്യം. തൈറോയിഡിൽ മുഴ വരുന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ്, കുറേ നേരം സംസാരിക്കേണ്ട വിഷയമാണ്. തൈറോയിഡിലെ മുഴ 2 തരത്തിലാണ്, മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിക്കാനും വേണ്ടിക്കൊണ്ട്. ഒന്ന് പ്രശ്നമുള്ളത്, ഒന്ന് പ്രശ്നമില്ലാത്തത്. അതെങ്ങനെ മനസ്സിലാക്കും? അതിനുള്ളൊരു 5 പരിശോധനകൾ നമുക്കിന്ന് ലഭ്യമാണ്. ആ പരിശോധന മനസ്സിലാക്കാൻ പറ്റും. അത് പരിശോധിച്ചിട്ട് പ്രശ്നമുള്ളതാണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ട, ഓപ്പറേഷൻ പോകണം. പ്രശ്നമില്ലാത്തതല്ലെങ്കിൽ, പ്രത്യേകിച്ച് ചെറുപ്പമാണ്, ചെറിയ സ്ത്രീകളായതുകൊണ്ടും ഈ പ്രായമായതുകൊണ്ടും മറ്റ് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നിലയ്ക്ക് അവരുടെ ഈ മുഴയുടെ വലിപ്പം വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കി വയ്ക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഡോക്ടർക്ക് ചിലപ്പോൾ തോന്നാം ഇത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്ന് ആ ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. പക്ഷേ ഒരു ബുക്ക് ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ, എല്ലാ മുഴകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ളതും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് വലിയ ശതമാനമില്ല. അതുകൊണ്ട് ഡോക്ടറുടെ അഭിപ്രായം കറക്റ്റായിട്ട് ശക്തമായ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ നാം ഓപ്പറേഷൻ പോലുള്ളതായ ഇതിന് പോകാൻ പാടുള്ളൂ. കാരണം ഒരു പക്ഷേ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനോടുകൂടി കാൽഷ്യം പോലുള്ള പ്രശ്നങ്ങളും ജീവിതകാലം മുഴുവനും ഒരു പക്ഷേ മരുന്ന് കഴിക്കേണ്ടിക്കും വരാം. അപ്പോൾ ഡോക്ടറായിട്ട് നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കുക. ഡോക്ടറെ ശക്തമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതേമാതിരി അനുസരിക്കുകയായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മൾ ഇത്രയും വലിയൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി എന്ന് മനസ്സിലാക്കുകയാണ്. തൈറോയിഡിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട വിഷയങ്ങളെല്ലാം നമ്മളോട് പങ്കുവച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറാണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
നന്ദി.